ഇങ്ങനെ ഒരു പണി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഹായ് ഗൈസ്, ഞാൻ സച്ചിൻ. ഇന്ന് ഞങ്ങളുടെ IT ടീമായിട്ടുള്ള മീറ്റിംഗ് ആണ്. നമ്മൾ ഡെവലപ്പേഴ്സുമായിട്ടുള്ള ഒന്ന് രണ്ട് മീറ്റിംഗ്, നമ്മൾ 2-3 കമ്പനി ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. നോളജിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി IT ടീമായിട്ടുള്ള മീറ്റിംഗ് ഇന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു വിളി, മീറ്റിംഗ് ക്യാൻസൽ ആയെന്നും പറഞ്ഞു. എന്തായാലും മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങി. ഇത്രയും വണ്ടി ഓടിച്ചു വന്നത് വെറുതെ ആക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു ബ്രോഡ്വേയിലേക്ക്. ഓഫീസിലേക്ക് മേടിക്കേണ്ട ഗ്രോസറി ഐറ്റംസിന്റെ ലിസ്റ്റ് ആൽവിന് സാറിന്റെ ഫോണിലേക്ക് നേരത്തെ അയച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നാലേ ഇനി ഇതൊക്കെ മേടിച്ചിട്ട് പോയാൽ മതി എന്നാണ് സാറ്. അങ്ങനെ ഓഫീസിലേക്ക് ആവശ്യമുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് സെലക്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് സാറ്. അങ്ങനെ ആ കടയിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത കടയിലേക്കുള്ള നടത്താണ്. അടുത്തത് വാങ്ങിയത് കുറച്ച് ലോഷൻസും ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഓഫീസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇനി കാറിലേക്ക് വച്ച് പിടിച്ച് നടക്കാണ്, സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി. അങ്ങനെ വാങ്ങിയ സാധനങ്ങൾ ഡിക്കിയിൽ സുരക്ഷിതമായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം ഉച്ചയായതുകൊണ്ട് നല്ല വെയിലും ആയതുകൊണ്ട് അടുത്ത പരിപാടി ചെടി വാങ്ങാന്ന് പറഞ്ഞാണ് കയറിയേക്കുന്നത്. അങ്ങനെ ചെടിക്കടയിൽ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചെടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ചെടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഇറങ്ങി പുറത്തേക്ക്. അവസാനം ഓഫീസിലേക്ക് ഒരു കേസ് വെള്ളവും വാങ്ങി അത് ചോന്നുകൊണ്ട് നടക്കാണ് ഞാൻ. മാർക്കറ്റിൽ കൂടെ ഷർട്ടും പാനി ഇൻസേർട്ട് ചെയ്ത് ചുമടെടുത്തുകൊണ്ട് നടക്കണം ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. അങ്ങനെ ഇത്രയും പണിയെടുത്ത് ക്ഷീണിച്ചാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്ത് നേരെ വിട്ടു ഫുഡ് കഴിക്കാൻ. നല്ലോണം വിശക്കുണ്ട്. അങ്ങനെ തൊപ്പിവാപ്പയിലാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി വന്നു. ഇതാണ് ചിക്കൻ 85. ചിക്കൻ 65ന്റെ ഏട്ടം വലുതായിരിക്കും. അങ്ങനെ ഫുഡ് കിട്ടി ഇനി നോ വെയിറ്റിംഗ് ആണ്. ഇനി വെട്ടി വിഴുങ്ങിയിട്ട് വരാം. വിശന്നിട്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി ഇതേ കഥ ആയിട്ട് ഞാൻ ഇവിടെ പടിയായിട്ടുണ്ട്. അങ്ങനെ ഓഫീസിൽ തിരിച്ചു വന്നു. സാധനങ്ങളൊക്കെ പിള്ളേരെ കൊണ്ട് ഇതേ വണ്ടിയിൽ നിന്ന് ഇടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓഫീസിൽ കൊണ്ട് സാധനങ്ങൾ വെച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ തീരാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.